ബിന്ദു കൃഷ്ണ, അവരെ സംബന്ധിച്ച് ഇത് ഇരട്ടി മധുരമാണ്. ഇതാദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നു. ഇതിനു മുൻപ് പലകുറി പരാജയപ്പെട്ട് തോൽവിയുടെ കയ്പുനീർ രുചിച്ചതാണ്. പക്ഷേ ഇത്തവണ ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നു. അപ്പോൾ തന്നെ മന്ത്രിയാകുന്നു. ഈ മന്ത്രിസഭയിലെ വനിതാമുഖമാണ്. 2 വനിതാ മന്ത്രിമാർ ഉള്ളത്. ഒപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കറുണ്ട് ഷാനിമോൾ ഉസ്മാൻ. അങ്ങനെ 3 വനിതകളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി ബിന്ദു കൃഷ്ണ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം. സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ബിന്ദു കൃഷ്ണ 24-നോട് പറഞ്ഞത് കേൾക്കാം. അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. എങ്കിലും പാർട്ടി അതിന് നിയോഗിച്ചതിലേറെ സന്തോഷമുണ്ട്. അതിന് തന്നെ പ്രാപ്തിയാക്കിയ കൊല്ലം നിയോജകമണ്ഡലത്തിലെ പ്രിയപ്പെട്ടവരോട് ഹൃദയംഗമമായ നന്ദി. കേരള ജനതയോട് UDF-നെ ഭരിച്ച വിസ്മയകരമായ വിജയം തന്ന കേരള ജനതയോട് നന്ദി. ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം പുതുയുഗ പിറവിയുടെ ഭാഗമാകാൻ കഴിയുന്നതിൽ. അങ്ങനെ കൊല്ലത്തെ പ്രതിനിധീകരിച്ചെത്തിയ ബിന്ദു കൃഷ്ണയുടെ പ്രതികരണമാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം 24-നോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.